70കാരനും 75കാരിയും ഉൾപ്പെടെ പല പല പ്രായത്തിലുള്ള കലാകാരന്മാരും കലാകാരികളും ഈ കഥകളി സംഘത്തിലുണ്ട്. കുറേയേറെ വർഷങ്ങൾക്ക് മുൻപ് കഥകളിയാടി വേദികൾ കീഴടക്കി കയ്യടികൾ നേടിയ കലാകാരന്മാർക്ക് വീണ്ടും അരങ്ങിലെത്താൻ മോഹം. അതിനായി ഒടുവിലവർ പുതിയ ഗുരുനാഥനെ കണ്ടെത്തി. തുടങ്ങുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഒരു 2-3 കലാശങ്ങളൊക്കെ കഴിയുമ്പോൾ അവർ മടുത്ത് പിന്മാറുമെന്ന്. പക്ഷെ അവർ ഉള്ളിലുള്ളൊരു ചെറിയൊരു ഫയർ, ഒരു തീ ഇതിനെ വല്ലാണ്ട് എന്നെ വല്ലാണ്ട് മോഹിപ്പിച്ചു. ഗുരു ചന്തുപ്പണിക്കരുടെ അരുമ ശിഷ്യനായ ബേടകം ഗോവിന്ദ പണിക്കർ 60 വർഷം മുൻപ് പരിശീലിപ്പിച്ചവരാണ് ഇന്ന് വീണ്ടും വേദിയിൽ കേളികൊട്ടുയർത്തിയത്. 51 വർഷം മുമ്പ് സ്റ്റേജിൽ അവതരിപ്പിച്ച് പിന്നീട് തുടർച്ചയില്ലാതെ ഞങ്ങൾക്ക് നിർത്തേണ്ടി വന്ന ഒരു ഈ കലാരൂപത്തെ ആവിഷ്കരിച്ച് പുതിയ തലമുറയിലേക്ക് ആകർഷിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ സ്വപ്നം. അരങ്ങ് നാട്യസംഘം എന്ന കൂട്ടായ്മയാണ് വിദ്യാനഗർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ദൃശ്യവിരുന്നൊരുക്കിയത്. ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങിയ മുതൽ ഭയങ്കര സന്തോഷമുണ്ട്. ഓരോ പ്രാക്ടീസിനും വന്നിട്ടും കൂടുമ്പോഴും 53 വർഷത്തിന് ശേഷം ആലോചിക്കണം. പിന്നെ മുദ്ര എല്ലാം ശരിക്കും മറന്നിട്ടൊന്നുമില്ല. അവർക്കൊപ്പം ഓരോ ചുവടിലും ശക്തമായ പിന്തുണയുമായി ഗാന്ധി രാമൻ നായർ ട്രസ്റ്റുമെത്തി. പഴയ കാലത്ത് ഈ കഥകളി ആർട്ടിസ്റ്റുകൾ നടന്മാരെല്ലാം ചേർന്നിട്ട് പുതുതായിട്ടൊന്ന് കളിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്കതിനു വേണ്ടി യോഗങ്ങൾ ചേരാനും ബാക്കി സൗകര്യങ്ങൾക്കൊക്കെ നമ്മുടെ ട്രസ്റ്റ് ഓഫീസ് വിട്ടുകൊടുത്തു. കല്യാണ സൗഗന്ധികം, ലവണാസുരവധം, കുചേലവൃത്തം, ദുര്യോധനവധം എന്നീ ആട്ടക്കഥകളിൽ നിന്നുള്ള കഥാസന്ദർഭങ്ങൾ വേദിയിലവർ നിറഞ്ഞാടി. കൈമുദ്രകളും കണ്ണുകളും കൊണ്ടുള്ള കലയുടെ ഈ കളിയാട്ടം ഇനിയും തുടർന്നു പോകണമെന്നാണ് ഇവിടെ ഇന്ന് തിങ്ങിക്കൂടിയ നാട്ടുകാരുടെ ആഗ്രഹം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. സാരംഗുണ്ട് ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ പറയാൻ വേണ്ടി. സാരംഗ്, ഒരുപാട് സന്തോഷം തോന്നിയ ഒരു റിപ്പോർട്ടാണിത്. അവരുടെ ഉള്ളിലുള്ള ആ ഒരു അഗ്നി ഉണ്ടല്ലോ, ആ അഗ്നിയാണ് കെട്ടുപോകാതെ അവർ കാത്തു സൂക്ഷിച്ചത്. അത് ഒരുപക്ഷെ ചുറ്റുപാടുള്ള ആളുകളൊക്കെ പറയും, ഈ പ്രായത്തിലാണോ നിങ്ങൾ ഈ കളിക്കാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ച് അവരെ നിരുത്സാഹപ്പെടുത്തിയവരൊക്കെ ഉണ്ടാകും. അതൊക്കെ മൈൻഡ് ചെയ്യാതെ ഉള്ളിലുള്ള മോഹം പൊടി തട്ടിയെടുത്ത് മുന്നോട്ട് പോകാൻ അവർ കാണിച്ച ആ ഒരു ഉത്സാഹം ഉണ്ടല്ലോ, അതാണ് ആ അരങ്ങിലെത്തിയ കലാരൂപം കഥകളി. എന്തായാലും അവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കണം. എങ്ങനെയാണ് അവരെ ഈ ഒരു തരത്തിലേക്ക് എത്തിച്ചത്? ആ ഒരു പ്രേരണ എന്തായിരുന്നു? അതെ അഞ്ജിത, അവിടെ പോയി കഴിഞ്ഞ സമയത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ച എന്ന് പറഞ്ഞത് എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കാത്ത അത്രയും നല്ല ഓർമ്മകൾ നൽകുന്നൊരു കാഴ്ചയാണ്. അത്രയും പ്രായമുള്ള ആളുകൾ, ഈ 70 വയസ്സിന് മുകളിലുള്ള ആളുകൾ സാധാരണ കൊച്ചുമക്കളെയും മക്കളുടെയും ഒക്കെ തന്നെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു സമയത്താണ് പണ്ട് അവർ പഠിച്ചിരുന്ന ആ ഒരു കലയെ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനായിട്ട് ഈ ഒരു കൂട്ടം ആളുകൾ ഒരു കലാസമിതിയുടെ പേരിൽ മുന്നോട്ടേക്ക് വരുന്നത്. കാസർഗോഡ് ജില്ലയിലേക്ക് കഥകളി കൊണ്ടുവന്ന ഗുരു ചന്തു പണിക്കരുടെ ശിഷ്യപരമ്പരയിൽപ്പെട്ട ആളുകളാണ് ഇവർ. ചില്ലറക്കാരൊന്നുമില്ല. ഈ പറയുന്ന ആശാൻ, കഥകളിയുടെ ആശാൻ, കോട്ടയ്ക്കിൽ നിന്ന് വന്നിട്ടുള്ള ആശാൻ വരെ പറയുന്നത് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് വിവിധ ശൈലികളിലുള്ള ഒരു സിലബസിൻ്റെ രൂപത്തിലുള്ള കഥകളിയാണ്. പക്ഷേ ഇവർ പഠിച്ചിട്ടുള്ളത് അങ്ങനെയല്ല. ഗുരു മുഖത്തിൽ നിന്ന് ഗുരുകുല സമ്പ്രദായത്തിൽ എന്താണോ പഠിച്ചത് അതാണ് അവർ ഈ വേദിയിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ മുദ്രകളിൽ പോലും ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് കഥകളി അഭ്യസിക്കുന്നവർക്കാവട്ടെ അല്ലെങ്കിൽ കലാസ്വാദകർക്കാവട്ടെ അത്തരത്തിൽ വലിയ തോതിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയാമെങ്കിലും അവിടെ ചെന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാഴ്ചയുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ചമ്മയുണ്ട്. അച്ചമ്മയ്ക്ക് 83 വയസ്സ് കഴിഞ്ഞു. ഇതുപോലെ തന്നെ ഒരു കലാകാരിയാണ് ആൾ. ശാസ്ത്രീയമായി പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നാട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാകുന്ന സമയത്ത്, ഒരു സാംസ്കാരിക പരിപാടി ഉണ്ടാകുന്ന സമയത്ത് ആൾ മുമ്പിലുണ്ടാവും. ഇതുപോലെ തന്നെ പാട്ടിനാണെങ്കിലും ഡാൻസ് കളിക്കാത്തവരെ ശ്രമിച്ചിട്ടില്ല, പക്ഷേ അതിനൊരു ആഗ്രഹമുള്ള ആളാണ്. പാട്ട് പാടാനൊക്കെ മുൻപിലുണ്ടാവും. ഇപ്പോൾ വീട്ടിലൊക്കെ തന്നെ അച്ചമ്മയ്ക്ക് തന്നെ കിട്ടിയ ഇഷ്ടംപോലെ ട്രോഫികളുണ്ട്. അപ്പോൾ അതുപോലുള്ള കുറേ അച്ചമ്മമാരെയും അച്ചാച്ചന്മാരെയാണ് ഞാൻ ആ വേദി പോയപ്പോൾ കണ്ടത്. അവരതൊരു സ്ഥിരം രീതിയാക്കാൻ, അല്ലെങ്കിൽ ആ ഒരു അരങ്ങ് കലാസമിതിയുടെ നേതൃത്വത്തിൽ ഇനി ഇത്തരത്തിലുള്ള സ്ഥിരമായിട്ടുള്ള കലാവേദികൾ ഒരുക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. ഓക്കെ സാരംഗ്, അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ ഈ റിപ്പോർട്ട് കണ്ട് ഒരുപാട് സാരംഗ് പറഞ്ഞതുപോലെ അച്ചാച്ചന്മാരും അമ്മമാരും ഒക്കെ ഉണ്ടാവും. ഉള്ളിൽ ആ മോഹം പേറി അയ്യോ ഞങ്ങൾക്ക് പ്രായമായെന്ന് സ്വയം പരിധി നിശ്ചയിക്കുന്നവർ, അല്ലെങ്കിൽ സമൂഹം പരിധി നിശ്ചയിക്കുന്നവരൊക്കെ, ഒന്നും ഒരു പരിധിയല്ല, പ്രായമൊന്നും ഒന്നിനൊരു തടസ്സമല്ല. നമ്മുടെ ഇച്ഛാശക്തിയാണ് ഏറ്റവും വലുത്. അത് തെളിയിക്കപ്പെട്ട 6 പേരാണ്. അവരെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.